ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും ഷാരോൺ കേസിലെ വിധി. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നമ്മുടെ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. പക്ഷേ മുൻ ഹൈക്കോടതി ജഡ്ജിയായ കമാൽ പാഷ സാർ പറയുന്നത് ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ശിക്ഷ കൂടിപ്പോയി എന്നാണ്. അപ്പോൾ എന്താണ് അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം? ശിക്ഷ കൂടിപ്പോയോ അതോ ശിക്ഷ വിധിച്ചത് കറക്റ്റാണോ എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനിന്ന് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും ഒരു സ്റ്റോറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സ്റ്റോറി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഷാരോണിൻ്റെയും ഗ്രീഷ്മയുടെയും എവിടെ നിന്ന് തുടങ്ങി, എങ്ങനെ തുടങ്ങി, അവസാനം എന്തായി എന്നുള്ളത് ഈ സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗ്രീഷ്മ സുന്ദരിയായ ആ പെൺകുട്ടി വളർന്നു വന്നിടത്തെല്ലാം എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചുപറ്റി. സ്കൂളിലും കോളേജിലും അവൾ അധ്യാപകർക്കും കൂട്ടുകാർക്കും പ്രിയങ്കരിയായി. അവളുടെ ചിരിയിൽ മയങ്ങി വീണവർ ഏറെ. ഗ്രീഷ്മയിലെ ചിരിയിൽ ആകർഷനായി അവളിലേക്ക് ഒരു ചെറുപ്പക്കാരനെത്തി, ഷാരോൺ. അവർ അടുത്തു, സൗഹൃദം പങ്കിട്ടു, പിന്നീട് പ്രണയത്തിലായി. എന്നും അവർ കണ്ടുമുട്ടും, ഒന്നിച്ച് കോളേജിലേക്ക് പോകും. അങ്ങനെ അവൻ അവൾക്കും അവൾ അവനും പ്രിയപ്പെട്ടവരായി കഴിഞ്ഞിരുന്നു. വഴിപിരിയാൻ കഴിയാത്ത വിധം അവർ മനസ്സ് കൈമാറി. ചേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു, പറയാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമുക്ക് അവൻ മനസ്സിലാവുന്ന അവസാന സമയത്ത് പോലും ചേട്ടൻ ഒരു വാക്ക് പോലും അവളെ പറ്റിയൊന്നുമില്ല. പിന്നെ ഞാൻ ചേട്ടനോട് ചോദിക്കുമായിരുന്നു, അവളുടെ ഫോണൊക്കെ വാങ്ങിച്ച് നോക്കൂ, ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ജസ്റ്റൊക്കെ വാങ്ങിച്ച് നോക്കുമോ എന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ അങ്ങനെ നോക്കണം, അവൾ ഓക്കെയാണ്, അവൾ പെർഫെക്റ്റാണ്. അപ്പോൾ അത്രയും അപ്പോൾ എനിക്ക് മനസ്സിലാവും. കാരണം ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര വിശ്വാസമാണ്. അങ്ങനെ കാലം കടന്നുപോയി. ആദ്യം ഒളിച്ചുവെച്ച പ്രണയം അവൻ വീട്ടിൽ പറഞ്ഞു, അവളും. പിന്നീട് ആരുടെയും അനുമതിക്ക് കാത്തു നിൽക്കാതെ അവരുടെ പ്രണയം അവർ പരസ്യമാക്കി. യാത്രകൾ പോയി. ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ സ്ഥിരമായി. ഇരുവരുടെയും കൂട്ടുകാർ അസൂയോടുകൂടി ആ പ്രണയ ജോഡിയുടെ സ്നേഹം കണ്ടുവന്നു. ഷാരോണും ഗ്രീഷ്മയും വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. എന്നാൽ ഷാരോണിൻ്റെ വീട്ടുകാർക്ക് മകൻ്റെ ആഗ്രഹത്തിനപ്പുറം മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഗ്രീഷ്മയുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ അവരോടെല്ലാം വാതോരാതെ സംസാരിച്ചിരുന്നു, ഇഷ്ടം അറിയിച്ചിരുന്നു. അവരും അവൻ്റെ സ്നേഹത്തെ എതിർത്തില്ല. ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് വരുമ്പോൾ അയാൾ പറയും എനിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടിരും. വന്നിട്ട് പറയും ഞാൻ ഇന്ന ദിവസം ഇന്നത് കണ്ടു, എനിക്കിഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. നമ്മളെ ഇതല്ലാത്തതുകൊണ്ട്, നമ്മുടെ സമുദായം ഇല്ലാത്തതുകൊണ്ട് അല്പ വിഷയങ്ങളുണ്ട്, എന്നാലും സാരമില്ല. അയാൾ കോളേജിൽ പോയിട്ട് വരുമ്പോൾ പറയുമായിരുന്നു ഞാൻ ഇന്ന് കണ്ടു, സംസാരിച്ചു. നല്ല ഇഷ്ടത്തിലായിരുന്നു. രണ്ടുപേർക്കും അങ്ങനെ തന്നെ. ആ പെൺകുട്ടിയും മോൻ്റെ നല്ല സ്നേഹമായിരുന്നു. അങ്ങനെ അഭിനയിച്ചതായിരിക്കാനാണ് സാധ്യത, അഭിനയിച്ചത് തന്നെ അത്. മതത്തിൻ്റെ വ്യത്യാസമൊന്നും ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതിനൊന്നും അങ്ങനെ എതിർത്തിട്ടൊന്നും. അവന് എന്താണോ ഇപ്പം ഞങ്ങളുടെ ഇഷ്ടം എന്താണോ അതായിരിക്കും അമ്മയുടെ മപ്പയുടെ. അതുകൊണ്ട് അങ്ങനത്തെ എതിർപ്പോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ മാരേജായിട്ടല്ല, വിളിച്ചിറക്കിക്കൊണ്ട് അങ്ങനെ വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നവംബർ കഴിഞ്ഞിട്ട്. അപ്പോൾ അതാദ്യം പറഞ്ഞിരുന്നു, പിന്നെ അവൻ്റെ ഇഷ്ടമായതുകൊണ്ട് ഓക്കെ സമ്മതിച്ചു, അത്രേ ഉള്ളൂ. പക്ഷേ ഗ്രീഷ്മയുടെ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. അമ്മയും വീട്ടുകാരും ബന്ധത്തെ എതിർത്തു.
പക്ഷേ ഇരുവരും ഒന്നിക്കാൻ തന്നെ തീരുമാനിച്ചായിരുന്നു മുന്നോട്ട് പോയത്. ആരെയും കൂസാതെ അവർ ചുറ്റിക്കറങ്ങി, ഗ്രീഷ്മയുടെ വീട്ടുകാരുടെ എതിർപ്പുകൾ വകവയ്ക്കാതെ. പക്ഷേ ഒരു ദിവസം ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞു. അവളുടെ എൻഗേജ്മെന്റ് വീട്ടുകാർ ഉറപ്പിച്ചു പോലും, ഒരു പട്ടാളക്കാരനുമായി. അതിന്റെ പേരിൽ ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ വഴക്കായി. ആ വിവാഹ നിശ്ചയത്തിന്റെ പേരിൽ ഷാരോൺ ഗ്രീഷ്മയിൽ നിന്ന് അകലാൻ വീട്ടുകാർ ആഗ്രഹിച്ചു. അമ്മയുടെ ആത്മഹത്യാ നാടകവും അരങ്ങേറി. എല്ലാം ഷാരോൺ വിശ്വസിച്ചു. ഒടുവിൽ അവൻ തീരുമാനിച്ചു, അവൻ ജീവന തുല്യം സ്നേഹിച്ച തൻ്റെ പെണ്ണിനു വേണ്ടി പരിഭവങ്ങളില്ലാതെ മാറിക്കൊടുക്കാൻ. ഈ വെട്ടാട് പള്ളിയിൽ കറങ്ങാൻ പോയിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ കുങ്കുമം കൊണ്ടുപോയിട്ട് അവൾ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ പോലും എക്സൈറ്റഡായി. പിന്നെ അങ്ങനെ അത്ര ഒരു ഇതാണ്, ഭയങ്കര സിൻസിയർ ആണെന്ന് പറഞ്ഞിട്ട് അവൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ വന്നു. പിന്നെ ഒരു ഫെബ്രുവരിക്ക് മുന്നേ ഇത് ചെറിയൊരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാൽ അവളുമായിട്ടല്ല, അവളുടെ അമ്മ ഈ വിഷയം അറിഞ്ഞു, ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഒരു പ്രാങ്ക് രൂപേണ ഈ ഗ്രീഷ്മേൻ്റെ കസിൻ അവളുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അമ്മ പെട്ടെന്ന് അത് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നൊക്കെയായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എന്നൊക്കെയാണ് അറിഞ്ഞത്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് അവളുടെ അമ്മ വിളിച്ചിരുന്നു, ഷാരോൺ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ ഗ്രീഷ്മ പറഞ്ഞു, ഇങ്ങനെ ഇല്ല, നമ്മൾ തമ്മിൽ റിലേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അത് പ്രകാരം അങ്ങനെ തന്നെ പറഞ്ഞു. അത് കഴിഞ്ഞു. പിന്നെ ഫെബ്രുവരിയിൽ പിന്നെ വേറൊരു ചെക്കനുമായിട്ട്, സോൾജറുമായിട്ട് എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തു. പിന്നെ കുറച്ച് നാൾ അവർ പിണങ്ങി നിന്നിരുന്നു, മാറി നിന്നു. പക്ഷേ ഷാരോണിനത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ചേട്ടനായ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നല്ലോ, ഫ്രണ്ടിനൊക്കെ കരയായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ സംഭവം. അതിനുശേഷം പിന്നെ ചേട്ടൻ വലിഞ്ഞിട്ടുണ്ട്, മാക്സിമം പിന്മാറിയിട്ടുണ്ട്. പിന്നെ വീണ്ടും അവളൊരു താലിയുടെ രൂപത്തിൽ വീണ്ടും വരികയായിരുന്നു. പക്ഷേ വീണ്ടും ഗ്രീഷ്മ ഷാരോണിനെ തേടിയെത്തി. അവളുടെ പ്രണയത്തിലേക്ക് അവനെ തിരികെ എത്തിച്ചു. ഷാരോൺ അതും വിശ്വസിച്ചു. പിന്നെയും പ്രണയ നാളുകൾ. നവംബറിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി വരാമെന്നായിരുന്നു ഗ്രീഷ്മ ഷാരോണിനോട് പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഷാരോണിന്റെ ബന്ധുക്കൾ വീട്ടിൽ കല്യാണം ചോദിച്ചു ചെല്ലുന്നതും ഗ്രീഷ്മ എതിർത്തിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം അവൾ വേണ്ട എന്നുള്ളൊരു രീതിയിലായിരുന്നു ഗ്രീഷ്മ. അതായത് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം ആ ഒരു അറ്റംപ്റ്റ് ചെയ്തിരുന്നു. അത് പോയില്ല. അവളുമായിട്ട് അഭിപ്രായം ചോദിച്ചിരുന്നു. അപ്പോൾ കുട്ടി അതിനൊന്നും സമ്മതിച്ചില്ല. വേണ്ട, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് മാറ്റും, ഒരു ബാംഗ്ലൂരോ അങ്ങോട്ടെങ്ങാനും ഷിഫ്റ്റ് ചെയ്യും, അപ്പോൾ പിന്നെ കാണാൻ പറ്റില്ല, ഇറങ്ങി വരാൻ പറ്റില്ല, അങ്ങനെയുള്ളൊരു രീതിയിലായിരുന്നു. കുറേ പ്രാവശ്യം അപ്രോച്ച് ചെയ്തിരുന്നു, നമ്മൾ വീട്ടിൽ വന്ന് സംസാരിക്കട്ടെ, ഇപ്പം മാരേജായിട്ട് നടത്തുമല്ലോ, അങ്ങനെ ചെയ്തു. പക്ഷെ അത് സമ്മതിച്ചല്ലോ. അതിനിടെ ഗ്രീഷ്മ ഷാരോണിനോട് ഒരു കാര്യം പറഞ്ഞു. തൻ്റെ ആദ്യ ഭർത്താവ് മരിക്കുമെന്ന്. പക്ഷേ അതൊന്നും ഷാരോണിന് പ്രണയം തുടരാതിരിക്കാനുള്ള കാരണമേ ആയിരുന്നില്ല. അവൻ അവളെ മതിമറന്ന് പിന്നെയും സ്നേഹിച്ചു. ഇതിനിടെ ഗ്രീഷ്മ പള്ളിയിൽ കൊണ്ടുപോയി താലി ചാർത്തി. ഷാരോണിൻ്റെ വീട്ടിലെത്തി വിവാഹ സാരി അണിഞ്ഞ് സിന്ദൂരം ചാർത്തി. ഷാരോൺ പറഞ്ഞാണ് അറിയാമെന്നുള്ളത്. അവൾക്ക് ജാതകത്തിൽ എന്ത് ദോഷമുണ്ട്, ഈ ആദ്യ ഭർത്താവ് മരിക്കും, നവംബറിന് മുമ്പ് വിവാഹം കഴിച്ച ആദ്യ ഭർത്താവ് മരിക്കും, 2 ഭർത്താക്കന്മാരുണ്ട്, അതിൽ ഒരാൾ മരിക്കും, ഫസ്റ്റ് ഭർത്താവ് മരിക്കും എന്നൊക്കെയുള്ളൊരു ജാതക വിശ്വാസമുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. 1 മന്ത് ഇവർ പിണങ്ങി നിന്നിരുന്നെങ്കിലും അത് കഴിഞ്ഞിട്ട് അവളുടെ ഇഷ്ടപ്രകാരമാണല്ലോ നവംബറിൽ ഇറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു. അപ്പോൾ അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു ലവ് ആയിരുന്നു. അതിനുശേഷം കറങ്ങാൻ പോകുന്നതും താലി കെട്ടിപ്പിക്കുന്നതും എല്ലാം ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരിക്കലും എന്തായാലും ഒരു ക്ലാഷ് ഉണ്ടായി കാണില്ല. അല്ലെങ്കിൽ ഇത്രയും ഈ വീഡിയോസും ഫോട്ടോസും എല്ലാം വ്യക്തമാണ്. പിന്നെ നേരിട്ട് കണ്ടവരുണ്ട്. അങ്ങനെ അവൻ അവളുടെ ഭർത്താവായി കഴിഞ്ഞിരുന്നു, പുറം ലോകം അറിഞ്ഞിരുന്നില്ലെങ്കിലും. പിന്നെ ഗ്രീഷ്മയുടെ കാത്തിരിപ്പ് ആദ്യ ഭർത്താവിൻ്റെ മരണത്തിന്, അതായത് ഷാരോണിൻ്റെ മരണം. പക്ഷേ ഇതൊന്നും അറിയാതെ അവൻ അവളെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. അപ്പം നിങ്ങൾ ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും സ്റ്റോറി എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ
കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.